ദീപക് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം, വലിയ കുടിശ്ശികയുണ്ട്, അത്ര ചെറുതല്ലാത്ത കുടിശ്ശികയുമാണ്. അപ്പോൾ ഉടനടി ഇത് പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വളരെ ഗുരുതരമല്ലേ? അരുൺകുമാർ, വളരെ ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് രോഗികൾ എത്തുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിഷമകരമായ സാഹചര്യം. വലിയ ഭാരിച്ച തുക ചെലവഴിച്ചുകൊണ്ട് തന്നെ അവർക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ മാത്രം കണക്ക് നോക്കുകയാണെങ്കിൽ 15 മാസത്തെ കുടിശ്ശികയാണ് നിലനിൽക്കുന്നത്. അതായത് 3 കോടിയിൽ പരം രൂപ അത്തരത്തിൽ കുടിശ്ശിക നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കരാറുകാരെ സംബന്ധിച്ച് 3 മാസം മാത്രമാണ് ഇത്തരത്തിൽ ഒരു ക്രെഡിറ്റ് ആയിട്ട് എമൗണ്ട് നൽകാൻ കഴിയുന്ന സാഹചര്യമുള്ളത്. അത് 15 മാസത്തിലേക്ക് പോകുമ്പോൾ ഈ വിതരണക്കാരെ സംബന്ധിച്ച് അവർക്ക് വലിയ തരത്തിലുള്ള ബാധ്യതയുണ്ടാകും. അത്തരത്തിൽ ബാധ്യതയുണ്ടായി എന്നുള്ളതാണ്. ഈ മെഡിക്കൽ കോളേജുകളുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 4 മെഡിക്കൽ കോളേജുകളാണ് പ്രധാനമായും ഇത്തരത്തിൽ കുടിശ്ശിക ഇനത്തിൽ ഉള്ളത്. അതിൽ ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് മഞ്ചേരി, തൃശ്ശൂർ, കളമശ്ശേരി. ഈ 4 മെഡിക്കൽ കോളേജുകളെയൊക്കെ ആശ്രയിക്കുന്ന രോഗികൾക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കിട്ടുന്നതിന് എത്രയോ കാലങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു എന്നുള്ളതാണ്. ആ അവസ്ഥയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് അത് ധനവകുപ്പിൽ നിന്ന് അടിയന്തരമായി തുക ഈ വിതരണക്കാർക്ക് അനുവദിക്കുക എന്നുള്ളതാണ്. പക്ഷേ 150 കോടി രൂപയോളം പെട്ടെന്ന് തന്നെ വകയിരുത്താം എന്നുള്ളത് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം ഒരു വാക്കാൽ ഉറപ്പ് കിട്ടിയെന്ന് വിതരണക്കാർ പറയുന്നുണ്ട്. എങ്കിൽ പോലും ആ കാര്യത്തിലും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ അനിശ്ചിതത്വം ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികൾക്ക് കൃത്യമായി ഇവർ സ്റ്റോക്ക് നൽകുന്നുണ്ട്. പക്ഷേ സർക്കാർ ആശുപത്രികൾക്ക് ഈ തുക കിട്ടാതെ നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് പൂർണ്ണമായും മാറിയിരിക്കുന്നു. ഇതിൽ അടിയന്തരമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ചികിത്സ കാത്തുകിടക്കുന്ന രോഗികളെ സംബന്ധിച്ച ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും ഉറപ്പാണ്.